ഇപ്പൊ നമ്മുടെ ഷാജി സായിബാണ് ഇവിടെ മത്സരിക്കുന്നത്. ഷാജി, KM ഷാജി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പോലും ഓർമ്മ വരുന്നത് മതമാണ്, മതമാണ്, മതമാണ് പ്രശ്നം എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. മോനെ KM സതീശ മാർക്സിസ്റ്റുകാരുമായിട്ട് മാത്രമല്ല കോൺഗ്രസ്സുകാരുമായിട്ടും ഞങ്ങൾക്ക് ഡീലുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസ്സുകാര്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാര്, UDF-കാര് ഈ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ചണ്ടി പണ്ടാരങ്ങളായ ജമാഅത്ത് ഇസ്ലാമി, സുഡാപ്പി തുടങ്ങി എല്ലാ അലവരാദികളെയും കൂട്ടുപിടിച്ചു. നമ്മുടെ VD സതീശന് ആകെ ഭ്രാന്തിളകിയതുപോലെ എന്തൊക്കെയോ അതും വിത്തും വിളിച്ചു പറയുന്നത്. VD സതീശൻ പറയുന്നത് ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് എന്തോ ഡീലുണ്ട് എന്നാണ്. മോനെ VD സതീശ, മാർക്സിസ്റ്റുകാരുമായിട്ട് മാത്രമല്ല കോൺഗ്രസ്സുകാരുമായിട്ടും ഞങ്ങൾക്ക് ഡീലുണ്ട്. അതിലെ സാധാരണ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന ഡീലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുമോ, CPM-ന്റെ സ്ക്വാഡ് പ്രവർത്തനത്തിന് പോകുന്നവർ പോലും, കോൺഗ്രസിന് ജാഥ വിളിച്ചു പോകുന്നവർ പോലും തങ്കത്താമര അടയാളത്തിൽ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും. നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ CPM ഒരു വലിയ തമാശ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമരെഴുത്ത എഴുതി വെച്ചിട്ടുണ്ട്. LDF അല്ലാണ്ട് മറ്റാരുണ്ട്? ശരിയാ, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് ആളെ പറ്റിച്ചത് LDF അല്ലാണ്ട് മറ്റാരുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസ്സുകാര്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാര്, UDF-കാര് ഈ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ചണ്ടി പണ്ടാരങ്ങളായ ജമാഅത്ത് ഇസ്ലാമി, സുഡാപ്പി തുടങ്ങി എല്ലാ അലവരാദികളെയും കൂട്ടുപിടിച്ചു. അവരെയൊന്നും കൂട്ടുപിടിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് കേരളത്തിൽ വേണ്ടത്. ഇതുവരെ കേരളത്തിൽ BJP തോക്കുന്ന പാർട്ടി എന്ന ഒരു പ്രതീതിയാണ് ജനിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ജയിക്കുന്ന പാർട്ടിയായിരിക്കുന്നു. 2024 നമ്മൾക്ക് MP ഉണ്ടായി, 2025 നമുക്ക് മേയർ ഉണ്ടായി. ഇതാ 2026 കേരളത്തിൽ ഒരു CM-നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം. യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് മുദ്രാവാക്യം, ഒന്ന് വികസനത്തിൻ്റെതാണ്, മറ്റൊന്ന് വിശ്വാസത്തിൻ്റെതാണ്. ഈ രണ്ട് മുദ്രാവാക്യം ഞങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ കൺവെൻഷന് വൈകി വന്നതിന് കാരണം എന്താണെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കാരണം. ഈ വേങ്ങര ടൗണിലൂടെ ഞാനും ഇവിടെ എത്താൻ ഒരു 28 മിനിറ്റ് സമയമെടുത്തു. അത്രമാത്രം ട്രാഫിക്കാണ്. ട്രാഫിക് കുരുക്കിൽപ്പെട്ട് വേറൊത്തൊഴിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്ന ജനങ്ങൾ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബന്മാർക്കെതിരായിട്ടുള്ള ശാപവാക്കുകളാണ്. ആ ശാപവാക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കായി മാറും, യാതൊരു സംശയമില്ല. മലപ്പുറത്ത് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമീണ റോഡിലൊക്കെ പോയാല് നമ്മുടെ പ്രവർത്തകർ പറയും, ആ റോഡ് കേറണ്ട, കേരിയ കുടുങ്ങി റോഡാണ്. കേരിയ കുടുങ്ങി റോഡ് സൃഷ്ടിച്ച ആളാണ്. ഈ മലപ്പുറത്തെ ഏറ്റവും വികസന രംഗത്ത് പിറകോട്ടടിപ്പിച്ചതിന് ഉത്തരവാദി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. ഇപ്പൊ നമ്മുടെ ഷാജി സാഹിബാണ് ഇവിടെ മത്സരിക്കുന്നത്.
ഷാജി, KM ഷാജി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പോലും ഓർമ്മ വരുന്നത് മതമാണ്, മതമാണ്, മതമാണ് പ്രശ്നം എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. KM ഷാജി, നിങ്ങൾ ഈ മതേതര ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത്? 10 കൊല്ലം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഷാജി മതേതര സമൂഹത്തിന് അപമാനമാണ്. ആ KM ഷാജിക്കെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ഈ വേങ്ങര മണ്ഡലത്തിൽ ഉണ്ടാവും. നമ്മുടെ നിസ്വാർത്ഥനായ സ്ഥാനാർത്ഥി, നമ്മുടെ ജയകൃഷ്ണന്റെ ആ നിഷ്കളങ്കമായ ചിരി കണ്ടാൽ മതി, ആള് വോട്ട് ചെയ്യും. അദ്ദേഹത്തിന് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരു 3 കൺവെൻഷൻ കൂടി ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പോവുകയാണ്. നിങ്ങളുടെ സമ്മതത്തോടു കൂടി നന്ദി, നമസ്കാരം. ജയ് ബോലോ ഭാരത് മാതാ കി.